ഇതിൽ നമ്മൾ ആ രണ്ടാമത്തെ തന്നിട്ടുള്ള ആ പ്രോബ്ലം ഉണ്ടല്ലോ. ഓൺ 1st April 2013 എ ലിമിറ്റഡ് ഇഷ്യൂഡ് 1,08,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് പാർ റെഡീമബിൾ ഇൻ 5 years. 1,00,000 ഡിബഞ്ചേഴ്സ് ഒരു ഡിബഞ്ചറിന് 100 വെച്ചുകൊണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് 5 വർഷം കഴിഞ്ഞാലാണ് റിഡംഷൻ നടത്തുന്നത്. പിന്നെ അതിന് സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സിങ്കിങ് ഫണ്ടിലെ എമൗണ്ട് എടുത്തുകൊണ്ടാണ് റിഡംഷൻ നടത്തുന്നത്. ആനുവൽ ഇൻവെസ്റ്റ്മെൻറ്റിന് 5% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സിങ്കിങ് ഫണ്ട് ടേബിളിൽ കാണിക്കുന്നത് 0.180975 ആണ് ആനുവലി കിട്ടുന്നത്. 5 ഇയേഴ്സിന് ₹1 5% ഇൻട്രസ്റ്റ് എന്നുള്ള നിരക്കിൽ ഇൻട്രസ്റ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ നെസസറി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് ജേണൽ എൻട്രി അല്ല ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്താണ് അക്കൗണ്ടുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ജേണൽ എൻട്രി ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യല്ലേ ചെയ്യുക. ഇവിടെ ഡയറക്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ ആ ജേണൽ എൻട്രി വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, ഇയർലി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് സെറ്റ് അസൈഡ് ചെയ്യുന്നത് എത്രയെന്ന് പറയുന്നുണ്ട്. 1,00,000 ഇൻറ്റു 0.180975. അത് നമ്മൾ എന്ത് ചെയ്യാണ്, കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. അതായത് 1,00,000-ന് ഒരു വർഷത്തിൽ കിട്ടുന്ന എമൗണ്ട് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, 0.180. അതുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 18,097.50 ആണ് എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഇനി സിങ്കിങ് ഫണ്ട് ഓർ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ടാണ് കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ ജേണൽ എൻട്രി 4 സെക്ഷനായിട്ട് നമ്മൾ ജേണൽ എൻട്രി എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ആൻഡ് സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ, ലാസ്റ്റ് ഇയറിൽ, അതുപോലെ തന്നെ റിഡംഷൻ നടത്തുമ്പോൾ വരുന്ന എൻട്രി. അതിൽ നമ്മൾ ആദ്യം എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്യുന്ന എൻട്രി പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു സിങ്കിങ് ഫണ്ട് ഓർ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് സിങ്കിങ് ഫണ്ട് അതിൽ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു സിങ്കിങ് ഫണ്ട്. അപ്പോൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ എങ്ങനെ കാണിക്കും, ബൈ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞ് 18,097.50 വരും. എന്നിട്ട് എന്ത് ചെയ്യാണ്, ആ ഇയറിൽ വേറെ ഒന്നും അവിടെ വരുന്നില്ല. അപ്പോൾ അവിടെ ബാലൻസ് ചെയ്തു. ബാലൻസിങ് ഫിഗറായിട്ട് 18,097.50 വന്നു. ടു ബാലൻസ് ക്യാരിഡ് ആവും. ദെൻ അത് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ ബ്രോ ഡൗൺ ചെയ്തു. ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് അടുത്ത ഇയറിൽ കാണിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൽ 31 March 2015 ആയി. അടുത്ത വർഷമായപ്പോൾ അവിടെ എന്തും കൂടെ വരും, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും കൂടെ വരും അല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 18,097.5-ൻ്റെ 5% ഇൻട്രസ്റ്റ്. അപ്പോൾ അതിന് നമ്മൾ എഴുതിയിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞ് 4ാമത്തെ ജേണൽ എൻട്രി. ആ ജേണൽ എൻട്രിയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ബൈ, അപ്പോൾ എങ്ങനെ വരും, ബൈ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അത് 904.88 വന്നു. പിന്നെ ഈ വർഷത്തെ സിങ്കിങ് ഫണ്ടിൻ്റെ എമൗണ്ട് ബൈ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞ് കാണിച്ചു. എന്നിട്ട് അത് ടോട്ടൽ ചെയ്ത് 37,099.88 വന്നു. അത് ബാലൻസിങ് ഫിഗറായിട്ട് ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ആ എമൗണ്ട് എന്ത് ചെയ്യാണ്, അടുത്ത വർഷത്തിലേക്ക് എന്ത് ചെയ്യാണ്, ബ്രോക്ക് ഡൗൺ ചെയ്യാണ് അല്ലേ. അപ്പോൾ 31/3/2015 ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് 37,099.88. ഇനി ആ വർഷം എന്ത് ചെയ്യാണ്, ഇൻട്രസ്റ്റ് ചെയ്യണം അല്ലേ. ബൈ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞ് 37,099-ൻ്റെ ഇൻട്രസ്റ്റ് 5% കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ആദ്യത്തെ വർഷത്തെയും രണ്ടാമത്തെ വർഷത്തെയും കൂടെ ഉള്ള എമൗണ്ട് ആയി. അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബൈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുക. പിന്നെ ആ വർഷം സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കുന്ന എമൗണ്ട് ബൈ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് അത് ബാലൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ടു ബാലൻസ് ക്യാരി ഡൗൺ കൊടുക്കുന്നു. അത് അടുത്ത വർഷത്തിലേക്ക് ആയിട്ട് ബ്രോ ഡൗൺ ചെയ്ത് വെക്കുന്നു. ഇനി ആ വർഷത്തിലെ ഇൻട്രസ്റ്റ് ടോട്ടൽ ഇതിൻ്റെ, അതായത് ബ്രോ ഡൗൺ ചെയ്ത എമൗണ്ടിൻ്റെ 5% ആണ് കാണേണ്ടത്. ആ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റുന്ന ബൈ പ്രോഫിറ്റ് ഓർ ലോസ് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ആ എമൗണ്ട് ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതേപോലെ തന്നെ അടുത്ത വർഷത്തിലേക്ക് ബ്രോ ഡൗൺ ചെയ്യുന്നു, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ 78,002.47-ൻ്റെ 5% ആണ് കേട്ടോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിങ്കിങ് ഫണ്ടിലേക്ക് ആ വർഷം മാറ്റി വയ്ക്കുന്ന എമൗണ്ടും. അപ്പോൾ ലാസ്റ്റ് ഇയർ ആകുമ്പോൾ ആ എമൗണ്ട് എന്ത് ചെയ്യണം, ബാലൻസ് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് കാണിക്കേണ്ടത്. അതായത് ഇനി 5 വർഷത്തിനാണ് അപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 14ാമത്തെ എൻട്രി ആയിട്ട് എഴുതിയിട്ടുണ്ട് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ റിസർവ്. അപ്പോൾ അവിടെ
എന്ത് കൊടുക്കുകയാണ്, ജനറൽ റിസർവ് അല്ലേ, ടു ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് ആ ബാലൻസിങ് ഫിഗർ ആയിട്ടുള്ള ആ 1 lakh അവിടെ കൊടുക്കുന്നു. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇനി സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആണ്. അതും നമ്മൾ എഴുതിയ ജേണൽ എൻട്രി വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. നമ്മൾ രണ്ടാമത്തെ എൻട്രി എഴുതിയത് നോക്കി നോക്കൂ. സിങ്കിങ് ഫണ്ടിനെ നമ്മൾ മറ്റുള്ള സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ള എൻട്രിയാണ് രണ്ടാമത് നമ്മൾ എഴുതിയിട്ടുണ്ട്. സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ടു ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ ആ എമൗണ്ട് 18,097.50 കൊടുക്കുന്നു. അത് ഇതേപോലെ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ബൈ ബാലൻസ് ക്യാരി ഡൗൺ അതങ്ങനെ ബാലൻസ് ചെയ്യുന്നു, അത് ബ്രോ ഡൗൺ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വർഷം അപ്പോൾ ആ എമൗണ്ടും പിന്നീട് എന്താണ്, പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുന്ന 904 അത് നമ്മൾ കഴിഞ്ഞതിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതിയ ജേണൽ എൻട്രിയാണ് അല്ലേ. ബൈ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കൊടുത്ത 904 അത് ആഡ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത വർഷം അതേപോലെ ചെയ്യുക. ഓരോ വർഷവും ഇതുപോലെ തന്നെ ചെയ്തു പോരുക. അപ്പോൾ ആ എമൗണ്ട് എവിടെയാണെങ്കിൽ ബൈ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് അതിൻ്റെ നമ്മൾ കഴിഞ്ഞ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് അറ്റ് ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ അക്കൗണ്ടിൽ എഴുതിയ ബൈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ എമൗണ്ടില്ലേ, ആ എമൗണ്ടാണ് ഇവിടെ ആഡ് ചെയ്തിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ ഓരോ വർഷം ചെയ്യുന്നു. ലാസ്റ്റ് എന്ത് ചെയ്യാണ്, ബൈ ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് റിയലൈസ് ചെയ്യാണ്. ലാസ്റ്റ് ഇയറിലെ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യല്ല ചെയ്യുന്നത്, ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതായത് അത് ബൈ ബാങ്ക് എന്ന് പറയുന്നത് എന്താ, ഫോർ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു നമ്മൾ 10ാമത്തെ ജേണൽ എൻട്രി എഴുതി വെച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അത് ലാസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുമ്പോൾ വരുന്നതാണ്. അങ്ങനെ ലാസ്റ്റ് ഇയറിൽ 78,002 രൂപ വരുന്നു. ഓക്കെ. ഓരോ വർഷവും നമ്മൾ അതേപോലെ ചെയ്തു പോരുകയാണ്. പിന്നെ ചെയ്യുന്നത് അതിൽ ഡിബഞ്ചേഴ്സിൻ്റെ അക്കൗണ്ടാണ്. അത് ഡിബഞ്ചേഴ്സിൻ്റെ ജേണൽ എൻട്രി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഡിബഞ്ചേഴ്സിന് ഡ്യൂ ആവുന്ന എൻട്രിയാണ് അല്ലേ. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എത്രയാണ്, റെഡീം ചെയ്യുമ്പോൾ 1 lakh ആണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലും അതേപോലെ തന്നെ ബൈ ഡിബഞ്ചേഴ്സും ടു ബാങ്ക് എന്നും കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. ആ ജേണൽ എൻട്രി ഇവിടെ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ.